വെൽക്കം. തൈമനാണ്. റെസ്പിറേറ്ററി സിസ്റ്റം അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോയിൽ നമ്മൾ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. സോ ഇതിൽ രണ്ട് തരമുണ്ട്. വൺ ഈസ് ന്യൂറൽ ആൻഡ് സെക്കൻഡ് ഈസ് കെമിക്കൽ. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് തരം. സോ ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുക. സാധാരണ നമ്മൾ നോർമൽ കണ്ടീഷനിൽ നമ്മൾ ക്വയറ്റ് റെസ്പിറേഷൻ എന്നാണ് പറയുക. സോ നമ്മൾ ഒരു 12 to 15 16 തവണയൊക്കെയാണ് നമ്മൾ റെസ്പയർ ചെയ്യുക. ഇത്ര തവണയാണ് നമ്മൾ ശ്വസിക്കുക. സോ ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു 250 ml ഓക്സിജൻ ഒരു മിനിറ്റിൽ കിട്ടും പെർ മിനിറ്റ് ആൻഡ് 200 ml കാർബൺ ഡൈ ഓക്സൈഡ് പെർ മിനിറ്റ് പുറത്തേക്ക് ബ്ലഡിനകത്തേക്ക് പോകും. സോ ഇത് സെൽസിനകത്ത് കിട്ടും എന്ന് നമ്മൾ കഴിഞ്ഞ ട്രാൻസ്പോർട്ടിലും അതിനു മുമ്പത്തെ ഫിസിയോളജിയിലൊക്കെ കണ്ടു. സോ നമ്മുടെ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു സിസ്റ്റം ഉണ്ട്, സിസ്റ്റം ഫോർ കൺട്രോളിംഗ് ദ റെസ്പിറേഷൻ. സോ ഇത് ബ്രെയിൻ സ്റ്റെമ്മിലാണ്. ബ്രെയിൻ സ്റ്റെം നമ്മൾ സാധാരണ ഇങ്ങനെയാണ് വരയ്ക്കുക. സെറിബെല്ലം, ഇത് മെഡുല്ല, ഇത് പോൺസ്, ഇത് മിഡ് ബ്രെയിൻ. സോ ഇതാണ് ബ്രെയിൻ സ്റ്റെം. സോ റെഗുലേറ്ററി സെന്റർ ഈസ് ഇൻ ദ പോൺസ് ആൻഡ് ഇൻ ദ മെഡുല്ല. മെഡുല്ലയിലും പോൺസിലുമാണ് റെഗുലേറ്ററി സെന്റർ. ഇവിടെ ഒരുപാട് തരം ന്യൂറോൺസ് ഉണ്ട്. വിവിധ ന്യൂറോണുകളുടെ കൂട്ടം അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. ഇതിനെല്ലാം കൂടി നമ്മൾ കളക്റ്റീവായിട്ട് വിളിക്കുന്നതാണ് റെസ്പിറേറ്ററി സെന്റർ. സോ റെസ്പിറേറ്ററി സെന്റർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഭാഗമല്ല. ഇവിടെയും 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 ഇവിടേക്കുള്ള കളക്റ്റീവായിട്ടുള്ള സെന്റേഴ്സിനെല്ലാം കൂടി ചേർത്തിട്ടാണ്. സോ ബ്രെയിനിലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഏരിയ അല്ല റെസ്പിറേറ്ററി സെന്റർ. കളക്റ്റീവായിട്ടുള്ള വിവിധ ഏരിയകളുടെ ഒരു കളക്ഷൻ, ഒരു കൂട്ടിച്ചേരലാണ് റെസ്പിറേറ്ററി സെന്റർ. പലപ്പോഴും നമ്മൾ മെഡുലറി റെസ്പിറേറ്ററി സെന്റർ എന്നാണ് നമ്മൾ എപ്പോഴും പറയാം. മെഡുല്ലയാണ് പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി കൺട്രോൾ ചെയ്യുന്ന സെന്റർ. പക്ഷേ എങ്കിലും ചിലത് പോൺസിൽ കൂടിയുണ്ട്. പോൺസും മെഡുല്ലയും കൂടി ചേർന്നിട്ടാണെങ്കിലും നമ്മൾ പറയുക സാധാരണ മെഡുല്ലയിലാണ് റെസ്പിറേറ്ററി സെന്റർ എന്നാണ് നമ്മൾ സാധാരണ പറയുക. എപ്പോഴും റെസ്പിറേഷൻ ഒരു 12 to 15 അല്ല. സോ ഇമോഷണൽ സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും അത് റെസ്പിറേഷൻ വേരി ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും റെസ്പിറേഷൻ വേരി ചെയ്യും. നമ്മുടെ ശരീരത്തിന് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് ഒരു 12 to 20 ഇരട്ടിയാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ സാധാരണ 12 to 16 ആണെങ്കിൽ അതിന്റെ 20 ഇരട്ടി വരെ, 12 to 20 വരെ ഇരട്ടിയാക്കാനായിട്ട് ആവശ്യത്തിന് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ട്രെയിൻഡ് അത്ലറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ കഴിയും. ദാറ്റ് മീൻസ് റെസ്പിറേറ്ററി റേറ്റ് 12 എന്നുള്ളത് 30 ഇരട്ടിയാകുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മുടെ നോർമൽ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് മെക്കാനിസം വഴിയാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് ന്യൂറൽ ഓർ ന്യൂറോണൽ അല്ലെങ്കിൽ നമുക്ക് നെർവസ് മെക്കാനിസംസ് എന്ന് പറയാം. രണ്ട് കെമിക്കൽ മെക്കാനിസംസ്. അപ്പൊ നമുക്കിനി പറയാനുള്ളത് ന്യൂറൽ ആൻഡ് കെമിക്കൽ മെക്കാനിസത്തിനെ പറ്റി. നമുക്ക് ആദ്യം ന്യൂറോണൽ മെക്കാനിസംസ് ഏതാണെന്ന് നോക്കാം. സോ ന്യൂറൽ ഓർ ന്യൂറോണൽ മെക്കാനിസംസ് ഓർ നെർവസ് മെക്കാനിസംസ്. സോ നമ്മുടെ റെസ്പിറേഷന്റെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ, ദെൻ റിതം ആൻഡ് ഓൾസോ ഫോഴ്സ്. സോ ഇത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു മെഡുല്ലയിലെയും, മെഡുല്ല ഇപ്പൊ കുറച്ചും കൂടി വലുതായിട്ട് വരയ്ക്കാം. ഇത് മെഡുല്ല, ഇത് പോൺസ്, മിഡ് ബ്രെയിൻ നമുക്ക് ആവശ്യമില്ല. ഈ രണ്ട് ഭാഗം മതി. ഇത് സ്പൈനൽ കോഡ്, ഇത് തൊട്ട് പുറകെ സെറിബെല്ലം കൂടി വരച്ചേ. സോ ഇവിടെയുള്ള ചില ഭാഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡുല്ലയിലെ ഒന്ന് DRG ആണ്. ഇവിടെ DRG നമുക്ക് വരയ്ക്കാം. ഇവിടെ നമുക്ക് VRG നമുക്ക് വരയ്ക്കാം. ആൻഡ് പോൺസിലെ ഇവിടെ നമുക്ക് അപ്നൂസ്റ്റിക് സെന്റർ വരയ്ക്കാം. ആൻഡ് അനദർ വൺ ഈസ് ന്യൂമോടാക്സിക് സെന്റർ. ഓക്കെ, സോ ദിസ് ഇസ് DRG and this is VRG and this is apneustic center and this is pneumotaxic center. So ഇതെല്ലാം കൂടി ചേരുന്നതാണ് റെസ്പിറേറ്ററി സെന്റർ എന്ന് പറയും. സോ ഇത് ബ്രെയിൻ്റെ രണ്ടു വശത്തുണ്ട്. സോ ബ്രെയിൻ നമ്മളിപ്പോൾ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇടതുവശമാണ്, അപ്പുറത്ത് നോക്കിയാൽ വലതുവശം. സോ ഇടതുവശത്തുണ്ട് വലതുവശത്തുണ്ട്, ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. സോ പോൺസിന്റെയും മെഡുല്ലയുടെയും രണ്ട് വശത്തും ഇതുണ്ടെന്ന് ഓർക്കുക. ആൻഡ് ബ്രെയിൻ സ്റ്റെമിലെ ആദ്യ ഭാഗമാണ് മെഡുല്ല അല്ലെ. ഇത് സ്പൈനൽ കോഡ് കഴിഞ്ഞാൽ ആദ്യ ഭാഗം ഇവിടെയാണ് മെഡുല്ല നമ്മൾ പറയും. ആൻഡ് പോൺസിന്റെ അടിയിലാണ് മെഡുല്ല. ആൻഡ് പുറകിൽ മുകളിൽ പോൺസ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് സെറിബെല്ലവും ഉണ്ട്. ആൻഡ് മെഡുല്ലയിലെ ഭാഗങ്ങളുടെ അടിസ്ഥാന ജോലി എന്ന് പറയുന്നത്, ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററിയുടെ റിതം ഉണ്ടാക്കുക. സോ ഇത് റെസ്പിറേറ്ററി റിതം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇതിന് മെഡുല്ലയിലെ റെസ്പിറേറ്ററി സെന്ററിൽ ഉള്ള ഇൻസ്പിറേറ്ററി സെന്റർ. സോ ഇതാണ് ഇൻസ്പിറേറ്ററി സെന്റർ. സോ ദിസ് ഇൻസ്പിറേറ്ററി സെന്റർ ഈസ് കോൾഡ് ആസ് ദ DRG, ഇൻസ്പിറേറ്ററി സെന്റർ. നമ്മൾ DRG എന്ന് ഇത്ര നേരം പറഞ്ഞു. DRG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയ അല്ലെങ്കിൽ ന്യൂറോൺസ് ആണ്. ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെയാണ് നമ്മൾ DRG എന്ന് പറഞ്ഞത്. സോ ഇവിടുത്തെ DRGയിലെ സെല്ലുകൾ, ഇവിടെയുള്ള സെല്ലുകളുടെ പേര് ഐ സെൽസ് എന്നാണ്. I ഫോർ ഇൻസ്പിറേഷൻ ആണ്. സോ അവിടെ ഇൻസ്പിറേറ്ററി സെൽസ് ഉണ്ട്, ഇൻസ്പിറേറ്ററി സെൽ. സോ ഇതിന് തൊട്ടടുത്ത് ഒരു മെഡുല്ലയിൽ ഒരു ന്യൂക്ലിയ കൂടി ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വരയ്ക്കാം. ആ ന്യൂക്ലിയയുടെ പേര് ഞാൻ എഴുതാം, പ്രീ ബോട്ട്സിംഗർ കോംപ്ലക്സ് എന്നാണ്. പ്രീ
ബോട്ട്സിങ്കർ കോംപ്ലക്സ്. നമ്മൾ സാധാരണ എഴുതുക പ്രീ ബോട്ട്സി, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, പ്രീ ബോട്ട്സിങ്കർ കോംപ്ലക്സ്. സോ ഇതാണ് ദിസ് DRG സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ ഈ DRG ഒരു ഇൻസ്പിറേറ്ററി സിഗ്നൽസ് ഉണ്ടാക്കും. സോ DRGയിൽ നിന്ന് ഒരു ഇൻസ്പിറേറ്ററി സിഗ്നൽ ഉണ്ടാക്കും. ആൻഡ് ഈ ഇൻസ്പിറേറ്ററി സിഗ്നൽ ഇങ്ങോട്ട് വരുന്നത് അതിന് പറയുന്ന പേരാണ് റാമ്പ് സിഗ്നൽസ് ആണ്. റാമ്പ് സിഗ്നൽ. സോ ദിസ് ഇൻസ്പിറേറ്ററി സിഗ്നൽസ് ഈസ് കോൾഡ് ആസ് റാമ്പ് സിഗ്നൽ. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും വരുന്ന ഒരു സിഗ്നൽസ് ആണ്. വാക്സിംഗ് ആൻഡ് വെയിനിങ് സിഗ്നൽസ് ആണ് ഈ റാമ്പ് സിഗ്നൽസ് എന്ന് നമ്മൾ പറയാം. ആൻഡ് DRGയിൽ നിന്ന് സിഗ്നൽ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്? എവിടെയാണോ റെസ്പിറേഷൻ നടക്കേണ്ടത് അങ്ങോട്ടൊക്കെ ആയിരിക്കും പോകേണ്ടത്. റെസ്പിറേറ്ററി മസിൽസ് നമ്മൾ പഠിച്ചു. റെസ്പിറേറ്ററി മസിൽസ് രണ്ടെണ്ണമാണ് പ്രധാന മസിൽസ് ഓഫ് ഇൻസ്പിറേഷൻ. ഒന്ന് നമ്മളുടെ ഡ്യൂഡിൻ ഡയഫ്രം ആണ്. ഒന്ന് ഡയഫ്രത്തിലേക്കാണ്. രണ്ടാമത്തത് നമ്മുടെ റിബ്സുകളുടെ ഇടയിലുള്ള മുകളിലുള്ള എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. സോ ദിസ് റാമ്പ് സിഗ്നൽ ഗോസ് ടു ഡയഫ്രം ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. സോ ഇതാണ് DRGയിൽ നിന്നുള്ള എഫറന്റ്, ഇങ്ങോട്ടേക്ക് പോകുന്ന എഫറന്റ്, പുറത്തേക്ക് പോകുന്ന സിഗ്നൽസ് രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് ഡയഫ്രത്തിലേക്കാണ്, ഒന്ന് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിലേക്കാണ്. ഇനി DRGയിലേക്ക് സിഗ്നൽസ് വല്ലതും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും കുറെ സിഗ്നൽസ് വരുന്നുണ്ട്. ഒന്ന് ബാരോ റിസെപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്, അയോട്ടിക് ബോഡീസ് ആൻഡ് കരോട്ടിഡ് ബോഡീസ്, നമ്മളത് പറയും. ദെൻ ലങ്സിൽ നിന്നുള്ള സ്ട്രെച്ച് റിസെപ്റ്റർ, ലങ്സ് ഇങ്ങനെ കയറി നിറയുമ്പോഴത്തേക്കും അല്ലെ, ഇങ്ങനെ നിറയുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള സ്ട്രെച്ച് റിസെപ്റ്ററും ഇവിടെ DRGയിലേക്ക് മെസ്സേജ് വിടുന്നുണ്ട്. ആൻഡ് ക്രേനിയൽ നെർവ് നമ്പർ 9ഉം 10ഉമാണ് DRGയിലേക്ക് മെസ്സേജുകൾ കൊണ്ടുവരിക. അത് നമ്മൾ വീണ്ടും കാണും. ഇനി മെഡില്ലയിലുള്ള രണ്ടാമത്തെ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസ് ആണ് VRG. ന്യൂറോൺസ് ആണ് VRG എന്താണ്? വെൻട്രൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് VRG എന്ന് നമ്മൾ പറയും. സോ VRGയിലും ന്യൂക്ലിയസ് ഉണ്ട്, ഇതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. VRG ശരിക്കും ഇങ്ങനെ ആയിരിക്കുക, രണ്ടെണ്ണമായിട്ട്. ഒരു ന്യൂക്ലിയസ് ആംബിഗ്വസ് ആണ്, വേറൊരെണ്ണം ന്യൂക്ലിയസ് റിട്രോ ആംബിഗ്വസ് ആണ്. സോ ഇതിനെ വിളിക്കുക, VRGയെ വിളിക്കുക നമ്മൾ എക്സ്പിറേറ്ററി സെന്റർ എന്നാണ്. എക്സ്പിറേറ്ററി സെന്റർ എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഇത് ഇൻസ്പിറേറ്ററി സെന്റർ ആണ്, അപ്പൊ ഇത് എക്സ്പിറേറ്ററി സെന്റർ ആണ്. ഇൻസ്പിറേറ്ററി സെന്ററിൽ ഐ സെൽസ് ആണ് നമ്മൾ കണ്ടത്. ഇവിടെ രണ്ട് തരം സെൽസ് ഉണ്ട്. ഒന്ന് ഐ സെൽസ് ഉണ്ട്, ഇൻസ്പിറേറ്ററി സെൽസ് ഉണ്ട്. ദെൻ ഓൾസോ ഇ സെൽ, ഇ ഫോർ എക്സ്പിറേറ്ററി സെൽ. സോ രണ്ട് തരം സെൽസ് ഉള്ള ഏരിയ ആണ് വെൻട്രൽ ഓർ VRG എന്ന് നമ്മൾ പറയും. സോ നോർമൽ ബ്രീതിങ്ങിന്റെ സമയത്ത് ഈ സെന്റർ ഈസ് ഇനാക്റ്റീവ്. സോ VRG ഈസ് ഇനാക്റ്റീവ് ഡ്യൂറിങ് നോർമൽ ബ്രീതിങ്. സോ ഇത് എപ്പോഴാണ് ആക്റ്റീവ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവുന്നത് ഫോഴ്സ്ഡ് ബ്രീതിങ്ങിന്റെ സമയത്താണ്. നമ്മൾ ബലം പിടിച്ച് ശ്വാസം പിടിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ മാത്രമാണ് VRG ആക്റ്റീവ് ആവും. ഉദാഹരണം എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എക്സസൈസ് സമയത്ത് VRG വിൽ ബിക്കം ആക്റ്റീവ് ആയിട്ട്. ആൻഡ് VRG അപ്പോഴത്തേക്ക് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റെസ്പിറേറ്ററി ഫ്രീക്വൻസി ഒക്കെ വർദ്ധിക്കും. അപ്പൊ ഇനി VRGയിൽ നിന്ന് മെസ്സേജ് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ VRG ആരെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഫോഴ്സ് ബ്രീതിങ്ങിന്റെ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന മസിൽസ് നമ്മൾ പറഞ്ഞു. അതിലൊരെണ്ണം നമ്മൾ പറഞ്ഞത് റെക്ടസ് അബ്ഡോമിനിസ് മസിലാണ്. റെക്ടസ് അബ്ഡോമിനിസ് മസിൽസ്, ദെൻ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസ് മസിൽ, ഒബ്ലിക് അബ്ഡോമിനിസ് മസിൽ, ദെൻ മറ്റ് മസിൽസ്, അതിനെല്ലാമാണ് VRG ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ നോർമൽ ക്വയറ്റ് റെസ്പിറേഷനിൽ DRG ആയിരിക്കും പ്രവർത്തിക്കുക. സോ ദിസ് DRG വിൽ ബി ആക്റ്റീവ് ഇൻ നോർമൽ ക്വയറ്റ് റെസ്പിറേഷൻ ആൻഡ് VRG ഈസ് ഇനാക്റ്റീവ് ദാറ്റ് ടൈം. ആൻഡ് ഫോഴ്സ് റെസ്പിറേഷനിൽ ആക്ടിവേറ്റ് ചെയ്യുക VRG ആണ് പ്രവർത്തിക്കുക. അപ്പോൾ ഇനി നമുക്ക് പോൺസിന്റെ ആക്ടിവിറ്റി ആണ് നോക്കേണ്ടത്. ഒന്നും കൂടി ഒന്ന് വരച്ചേക്കാം. ദിസ് ഇസ് മെഡുല്ല, ദിസ് ഇസ് പോൺസ്, സെറിബെല്ലം. സോ ഇവിടെ നമ്മൾ DRG, ഇത് VRG. ഇനി പോൺസിലെ ഇതിന്റെ പണി ഫൈൻ ട്യൂണിങ് ഓഫ് ദിസ് മെഡുലറി സെന്റർ. സോ പോൺസിലുള്ളതിന്റെ പണി ഇതിനെ രണ്ടിനെയും ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് പോൺസിന്റെ. സോ ഇറ്റ് ഈസ് റെഗുലേറ്ററി ടു മെഡുലറി സെന്റർ. മെഡുലറി റെസ്പിറേറ്ററി സെന്ററിന്റെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക, ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരെണ്ണം അപ്നൂസ്റ്റിക് സെന്റർ. ദിസ് ഈസ് അപ്നൂസ്റ്റിക് സെന്റർ. അപ്നൂസ്റ്റിക് സെന്റർ ലോവർ പോൺസിലാണ്. സോ ഇറ്റ്സ് ദ അപ്നൂസ്റ്റിക് സെന്റർ ലോവർ പോൺസിലുള്ളതാണ്. സോ ഇതൊരു സ്റ്റിമുലേറ്ററി സെന്റർ ആണ്. ഇത് ആരാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക? ഇത് DRG ആണ് നമ്മൾ പറഞ്ഞു. DRGയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പണിയാണ് അപ്നൂസ്റ്റിക് സെന്ററിന് ഉള്ളത്. സോ DRG ഉണ്ടാക്കുന്ന റാമ്പ് സിഗ്നലിനെ ഇത് ആംപ്ലിഫൈ ചെയ്യും. സോ DRCയിൽ നിന്ന് റാമ്പ് സിഗ്നൽ ആണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അത് ഡയഫ്രത്തിനകത്തേക്കും എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലേക്കും ആണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതിനെ
ഇതിനെ ആംപ്ലിഫൈ ചെയ്യലാണ് ദിസ് അപ്നോസ്റ്റിക് സെന്ററിന്റെ പണി. സോ ഡെപ്ത് ഓഫ് ഇൻസ്പിറേഷൻ, സോ സാധാരണ രീതിയിൽ സ്പീഡ് അല്ല കൂടെ ഡെപ്ത് ഓഫ് ഇൻസ്പിറേഷൻ ആണ് വർദ്ധിപ്പിക്കുക. സോ ഡീപ്പ് ലോങ് ഇൻഹലേഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുമ്പോഴത്തേക്കും റെസ്പിറേഷൻ മോഡിഫൈ ചെയ്യാനായിട്ടാണ് ഈ അപ്നോസ്റ്റിക് സെന്റർ സഹായിക്കുക. സോ ദിസ് ഈസ് ഫോർ ഡീപ്പ് ലോങ് ഇൻഹലേഷൻ. അങ്ങനെയൊക്കെ വേണ്ടി വരുമ്പോൾ ആണ് അപ്നോസ്റ്റിക് സെന്റർ ഇടപെടുക. സോ ക്യാൻ പ്രൊലോങ് ദ റെസ്പിറേഷൻ. ഇനി അടുത്ത പോൺസിലെ ഭാഗം അത് കുറച്ചും കൂടി മുകളിലാണ്. സോ അതിനെ നമ്മൾ വിളിക്കുക ന്യൂമോ ടാക്സിക് സെന്റർ എന്നാണ്. ന്യൂമോ ടാക്സിക് സെന്റർ. ടാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ്, ടാക്സോണമി അല്ലെ, ടാക്സോണമിക്കൽ അറേഞ്ച്മെന്റ് ആണ്. സോ അറേഞ്ച്മെന്റ് ആണ്, റെസ്പിറേറ്ററി അറേഞ്ച്മെന്റ് ചെയ്യുന്ന സെന്റർ ആണ് ന്യൂമോ ടാക്സിക് സെന്റർ. സോ ഇത് പോൺസിന്റെ അപ്പർ ഭാഗത്താണ്, ഇത് ലോവർ ഭാഗത്തുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് അപ്പർ ഭാഗത്തുള്ളതാണ്. ആൻഡ് ഇതിലുള്ള ന്യൂക്ലിയസിന്റെ പേര് പാരാബ്രേക്കിയൽ ആൻഡ് സബ് പാരാബ്രേക്കിയൽ. ഇത് പറഞ്ഞില്ല, ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ന്യൂക്ലിയസ് ആണ് ഇതിനകത്തിരിക്കും. സോ ഇത് ഇൻസ്പിറേറ്ററി സെന്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പണിയാണ്. ഓക്കെ, ഇൻസ്പിറേറ്ററി സെന്ററിനെ ഇൻഹിബിറ്റ് ചെയ്യലാണ് ന്യൂമോടാക്സിക് ഏരിയയുടെ പണി. ഇത് ചെയ്യുന്നത് നേരിട്ടല്ല, ഇവിടെ നേരിട്ട് ഇങ്ങോട്ടേക്കല്ല ഇൻഹിബിറ്റ് ചെയ്യുക. ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ന്യൂമോടാക്സിക് സെന്റർ ഇൻഹിബിറ്റ് ചെയ്യുന്നത് അപ്നോസ്റ്റിക് സെന്ററിന്. ഇതിനാദ്യം തടയും. സോ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതിനെ തടയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആക്ടിവേഷൻ കുറയും. അപ്പോഴത്തേക്കും അങ്ങനെ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഇറ്റ്സ് ഇൻഡയറക്റ്റ് ഇൻഹിബിഷൻ ആണ്. സോ ന്യൂമോടാക്സിക് സെന്റർ ഇൻഡയറക്ട്ലി ഇൻഹിബിറ്റ് ദ DRG. സോ ലങ്സിൽ നിന്നുള്ള സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ്, അവയുടെ കണക്ഷൻ ആണ് ന്യൂമോടാക്സിക് സെന്ററിലേക്ക് വരിക. സോ ലങ്സിൽ നിന്ന്, ഇത് ലങ്സ് ആണെങ്കിൽ ലങ്സ് ഇങ്ങനെ വീർക്കുമ്പോഴത്തേക്കും അവിടുത്തെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഇവിടെ വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പെരുമാറുക. സോ എയർ എത്ര കയറി എന്ന് കൃത്യമായിട്ട് ഈ ഭാഗത്ത് ന്യൂമോടാക്സിക് സെന്ററിന് അറിയാൻ പറ്റും. ന്യൂമോടാക്സിക് സെന്റർ എപ്പോഴെങ്കിലും ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്നോസ്റ്റിക് സെന്ററിനെ അത് ഓവർ റൈഡ്. സോ ഇത് എപ്പോഴെങ്കിലും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന പണിയെ നേരെ എതിർക്കല്ല, ഓവർ റൈഡ് ചെയ്യും. ഇതിനെ ഓവർ റൈഡ് ചെയ്ത് സോ ദിസ് ക്യാൻ ഇൻഹിബിറ്റ് ദിസ് DRG. സോ ഇനി നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. നടക്കുന്നത് നോർമലി DRG 2 സെക്കൻഡ് നേരം. സോ DRG എന്ത് ചെയ്യും? 2 സെക്കൻഡ്സ് നേരം ആക്റ്റീവ് ആയിരിക്കും. DRG 2 സെക്കൻഡ് നേരം ആക്റ്റീവ് ആകുമ്പോൾ ദിസ് വിൽ ബി ആക്റ്റീവ്, ദിസ് ഡയഫ്രം വിൽ ബി ആക്റ്റീവ്. ഡയഫ്രം എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും ആക്റ്റീവ് ആയിരിക്കും. സോ ഇൻസ്പിറേഷൻ ഈസ് ആക്റ്റീവ് പ്രോസസ്. സോ ബിക്കോസ് ദിസ് DRG ഈസ് ആക്ടിവിറ്റി. സോ ആക്റ്റീവ് പ്രോസസ് ആണ്. 2 സെക്കൻഡ് നേരം ഡയഫ്രോം ഇന്റർകോസ്റ്റൽ മസിൽസും ആക്റ്റീവ് ആകുക. അല്ല, ആക്റ്റീവ് ആകുന്ന വെച്ചാൽ ചുരുങ്ങാണ് നമ്മൾ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടുത്തെ തൊറാസിക് കാവിറ്റിയിലെ സ്പേസ് കൂടും. അങ്ങനെ റെസ്പിറേഷൻ നടക്കും. ആൻഡ് അടുത്ത 3 സെക്കൻഡ്, നെക്സ്റ്റ് 3 സെക്കൻഡ് സംഭവിക്കുക, ദിസ് DRG ഈസ് ഇൻഹിബിറ്റഡ്. DRGനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ നോ ഇൻസ്പിറേറ്ററി സിഗ്നൽ, DRGയിൽ നിന്ന് ഇൻസ്പിറേറ്ററി സിഗ്നൽസ് വരുന്നില്ല. ഇതാണ് സംഭവിക്കുക. സോ 2 സെക്കൻഡ് നേരം ആക്റ്റീവ് ആകുകയും 3 സെക്കൻഡ് നേരം ഇൻഹിബിറ്ററി സിഗ്നൽസ് ഓർ ഇനാക്റ്റീവ് ആകുകയും ചെയ്യും. ഇതിന് കാരണം ന്യൂമോടാക്സിക് സെന്റർ ഈ സമയത്ത് അപ്നോസ്റ്റിക് സെന്ററിനെ തടയുകയാണ്. സോ അതുകൊണ്ടാണ് DRG ഇനാക്റ്റീവ് ആകുക. സോ മസിൽസ് റിലാക്സ് ചെയ്യും. സോ മസിൽസിന്റെ നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിക് റീകോയിൽ എന്നാണ് പറയാം. മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് റീകോയിൽ ഓഫ് മസിൽസ് അത് പഴയ രീതിയിലേക്കാണ്. ഈ ന്യൂമോടാക്സിക് സെന്ററിന് VRGയുടെ പ്രവർത്തനത്തിലും ഇവിടെയും ഇടപെടാം, VRGയുടെ പ്രവർത്തനത്തിലും വേണമെങ്കിൽ ഇടപെടാം. അത് എക്സസൈസ് സമയത്തൊക്കെയാണ്. എക്സസൈസ് സമയത്ത് റെസ്പിറേറ്ററി റേറ്റ് ഭയങ്കരമായിട്ട് കൂട്ടാനായിട്ട് ഇതായിരിക്കും സഹായിക്കും. ഓക്കെ, സമയം, ആ റെസ്പിറേറ്ററി റേറ്റിന്റെ സമയം കുറയ്ക്കുക അല്ലെ. അപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ശ്വസിക്കുക. ഓക്കെ, ആ സ്പീഡ് കൂട്ടാനായിട്ട്. സോ ഇനി ഇതാണ് മെക്കാനിസം. ഇനി നമ്മുടെ ബ്രെയിന്, ബ്രെയിൻ എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സെറിബ്രം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സെറിബ്രത്തിന്റെ കോട്ടക്സ് ആണല്ലോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുക, സെൻസറി ആൻഡ് മോട്ടോ കോട്ടക്സ്. സോ ഇതിന് നേരിട്ട് നമ്മുടെ ഡയഫ്രത്തിനെയും എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിനെയും നമുക്ക് ചുരുക്കാൻ പറ്റും. എന്തുകൊണ്ടത്? ബിക്കോസ് ഇത് രണ്ടും എന്ത് മസിലാണ്? സ്കെലിറ്റൽ മസിലാണ്. സ്കെലിറ്റൽ മസിൽ എന്താണ്? വോളണ്ടറി മസിലാണ്. പക്ഷെ ഇതിന് ഒരുപാട് നേരം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സിഗ്നൽസ് വിടാം, വോളണ്ടറി മസിലാണ്. പക്ഷെ ഒരു പരിധിയുണ്ട്. കാരണം എന്താ? ലങ്സിൽ അപ്പോഴത്തേക്കും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓവർ റൈഡ്. ഓക്കെ, അപ്പൊ കുറെ നേരം നമുക്ക് ബലം പിടിച്ച് നിൽക്കാം. പക്ഷെ കോർട്ടിക്കൽ സെന്ററിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള കഴിവ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡിന് കൂടി കഴിഞ്ഞാൽ ഉണ്ട്. സോ ഇതാണ് ന്യൂറൽ മെക്കാനിസംസ് ഓഫ് കൺട്രോൾ ഓഫ് ഓർ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. സോ ഇനി നമുക്ക് പറയാനുള്ളത് കെമിക്കൽ റെഗുലേഷൻ ആണ്. കെമിക്കൽ റെഗുലേഷൻ റെസ്പിറേഷനിൽ പ്രധാനമാണ്. നമ്മൾ ഇത് തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേഷനും കെമിക്കൽ
കെമിക്കൽ പഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു അത് പ്രധാനമായിട്ടുള്ളത് റെസ്പിറേഷനിലാണ് നമ്മൾ പറഞ്ഞു. സോ അവിടെ നമ്മൾ പഠിച്ച അതേ ഏരിയ തന്നെയാണ് ഇവിടെയും ആക്റ്റീവ് ആകുക. സോ ഇവിടെ ഇത് ചെയ്യുന്നത് ബ്രെയിനിലേക്ക് പോകുന്ന, സോ ഇത് അയോട്ടിക് ആർച്ച് ആണെന്ന് വിചാരിക്കുക. അയോട്ടിക് ആർച്ചിൽ നിന്ന് ഇങ്ങനെ പല ബ്ലഡ് വെസൽ പോകുന്നു. സോ അത് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ പേര് കരോട്ടിഡ് ആർട്ടറി. കരോട്ടിഡ് ആർട്ടറിയുടെ അവിടെയുള്ള സൈനസിനകത്ത് കരോട്ടിഡ് ബ്ലഡ് വെസൽസിന്റെ അവിടെ കരോട്ടിഡ് ബോഡി ഉണ്ട്. കരോട്ടിഡ് ബോഡി എന്നാണ് അതിന്റെ പേര്. ദെൻ അയോട്ടയുടെ ബ്രാഞ്ചിനകത്ത് ഇവിടെ അയോട്ടിക് ആർച്ചിനകത്ത് അയോട്ടിക് ബോഡി ഉണ്ട്. സോ ഒരെണ്ണം കരോട്ടിഡ് ബോഡി ആണെങ്കിൽ ഒന്ന് അയോട്ടിക് body. So രണ്ട് സെൻസേഴ്സ് ആണ്. വൺ ഈസ് കരോട്ടിഡ് ബോഡി ആൻഡ് സെക്കൻഡ് ഈസ് അയോട്ടിക് ബോഡി. സോ ഇത് ബ്ലഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നോക്കും അല്ലെ, ദെൻ ഓക്സിജന്റെ അളവ് നോക്കും, H+ന്റെ അളവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ആക്റ്റീവ് ആവും. സോ ബ്ലഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡ് എന്ന് നമ്മൾ പറയുന്നത് ആർട്ടറി ആണ്, ആർട്ടറിയിലുള്ള ബ്ലഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ, അത് ആക്റ്റീവ് ആകും. ഓക്സിജൻ കുറഞ്ഞാലും ഇത് ആക്റ്റീവ് ആകും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാലും ആക്റ്റീവ്. കരോട്ടിഡ് ബോഡീസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ക്രേനിയൽ നെർവ് നമ്പർ 9 വഴിയാണ്. ഗ്ലോസോഫാരിഞ്ചൽ നെർവ് വഴി ആക്ടിവേറ്റ് ആകും. അയോട്ടിക് ബോഡി ആക്റ്റീവ് ആകുന്നത് ക്രേനിയൽ നെർവ് നമ്പർ 10 ആണ്. 10 എന്ന് വെച്ചാൽ വാഗസ് നെർവ് ആണ്. വാഗസ് നെർവ് വഴിയാണ് പ്രവർത്തിക്കുക. സോ രണ്ട് നെർവ്സ്, ക്രേനിയൽ നെർവ്സ്, ഒന്ന് ക്രേനിയൽ നെർവ് നമ്പർ 9 മറ്റേത് 10 വഴി ആക്ടിവേറ്റ് ആകും. സോ ഈ മെസ്സേജ് നമ്മൾ നേരത്തെ പറഞ്ഞു, മെസ്സേജ് എവിടേക്കാണ് പോകുന്നത്? മെസ്സേജ് മെഡുലയിലുള്ള DRGയിലേക്കാണ് പോകുന്നത്. സോ DRG ഇൻസ്പിറേറ്ററി സെന്റർ ആണ്, ആക്ടിവേറ്റ് ആകും. സോ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഉണ്ടാക്കാം. സോ ഇവിടെ നിന്നുള്ള റാം സിഗ്നൽ കൂടും, റെസ്പിറേറ്ററി സിഗ്നൽസ് വന്നു, റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഉണ്ടാകും. ഇനി ഹൈപ്പോക്സിയ ചിലപ്പോൾ വേറെ കുറെ സെല്ലുകൾ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗ്ലോമസ് സെൽ, അനദർ സെൽ ഈസ് ഗ്ലോമസ് സെൽ എന്നൊക്കെ പറഞ്ഞത് പ്രത്യേകിച്ച് ഹൈപ്പോക്സിയെ മെഷർ ചെയ്യാനായിട്ടുള്ള സെല്ലുകളാണ്. സോ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കരോട്ടിഡ് ആൻഡ് അയോട്ടിക് ബോഡിയൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് റെസ്പിറേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത കെമിക്കൽ റെഗുലേഷൻ നടക്കുന്നത് മെഡുല്ലയിൽ തന്നെയാണ്. മെഡുല്ലയുടെ അകത്ത് നമുക്കറിയാം, മെഡുല്ല ബ്രെയിൻ്റെ ഏറ്റവും അടിവശത്താണ് ഇരിക്കുന്നത്. അവിടെ 4th വെൻട്രിക്കിളൊക്കെ ഉള്ള ഭാഗമാണ്. സോ 4th വെൻട്രിക്കിൾ കണ്ടെയ്ൻ CSF ഒക്കെ ഉണ്ട്. സോ ഈ CSF വഴിയും മെഡുല്ലയ്ക്ക് വിവരങ്ങൾ ലഭിക്കും. CSFൽ എപ്പോഴെങ്കിലും H+ അയോൺസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ H+ അയോൺസിന്റെ അളവ് നോക്കിക്കൊണ്ടേയിരിക്കും. സോ അത് കൂടിക്കഴിഞ്ഞാൽ റെസ്പിറേറ്ററി DRG ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിച്ചാലോ, കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് CO2 + H2O രണ്ടും കൂടി ചേർത്ത് കാർബോണിക് ആസിഡ് ആകും. ദെൻ അൺസ്റ്റേബിൾ ആയിട്ട് അത് H+ഉം ബൈകാർബണേറ്റും ആയിട്ട് കൂടും. വീണ്ടും ദിസ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ DRG സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ H+ഉം കൂടും, ബൈകാർബണേറ്റ് കൂടും. സോ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഇൻഡയറക്ട്ലി activate the medullary centers and stimulate the medullary center. So ഇതാണ് രണ്ടാമത്തെ വഴി. സോ കരോട്ടിഡ് ബോഡീസ് ആൻഡ് അയോട്ടിക് ബോഡീസ് ആണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പ്രധാനപ്പെട്ട കെമിക്കൽ റെഗുലേഷൻ. സോ ഇത് രണ്ടാമത്തെയാണ്. ഇനി മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറയാം. സോ ഒന്ന് ടാക്കിക്കാർഡിയാണ്, ഹൃദയമിടിപ്പ് കൂടുക. ടാക്കിക്കാർഡിയ, ഹൃദയമിടിപ്പ് കൂടുന്നതിനാണ് ടാക്കിക്കാർഡിയ അല്ലെ. 100ന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ടാക്കിക്കാർഡിയ. ഹൃദയമിടിപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ദിസ് ക്യാൻ ആക്ടിവേറ്റ് ദ റെസ്പിറേഷൻ ആക്ടിവിറ്റി. ദെൻ ലങ്സ് ഇപ്പൊ ഇങ്ങനെ നോർമൽ ആയിട്ടിരിക്കുകയാണ്, ലങ്സ് ഇങ്ങനെ വികസിക്കുകയാണ് എയർ കയറുമ്പോഴത്തേക്ക്. സോ ഇവിടെ ലങ്സിലുള്ള സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ആക്റ്റീവ് ആകും. സോ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഹെറിംഗ് ബ്രൂവർ റിഫ്ലക്സ് എന്നാണ് പറയാ. ഹെറിംഗ് ബ്രൂവർ, BREUER, ബ്രൂവർ റിഫ്ലക്സ്. രണ്ട് തരം റിഫ്ലക്സ് ഉണ്ട്. ഒന്ന് കൂടുതൽ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള റിഫ്ലക്സ് ഉണ്ട്, ഒന്ന് ഒട്ടും എയർ കയറാതെ ആകുമ്പോൾ ഉള്ള ഒരു റിഫ്ലക്സ്. സോ അതിന് ഡീഫ്ലേഷൻ റിഫ്ലക്സ്. സോ ഇൻഫ്ലേഷൻ, ലങ്സ് അങ്ങ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലങ്സിന് പ്രശ്നമാണ്. സോ അപ്പോഴത്തേക്കും ഇൻഹിബിറ്ററി സിഗ്നൽസ് ആയിരിക്കും വിടുക. ഇതിനകത്ത് ഒട്ടും എയർ ഇല്ല, കുറച്ച് ചുരുങ്ങുകയാണെങ്കിൽ ഹെറിംഗ് ബ്രൂവർ ഡീഫ്ലേഷൻ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഡീഫ്ലേഷൻ. സോ ഇൻഫ്ലേഷൻ റിഫ്ലക്സ് ഉണ്ട്, ഡീഫ്ലേഷൻ റിഫ്ലക്സ് വഴി അതിന് മെഡുലറി സെന്ററിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. സോ ഇതൊരു ലങ്സിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് സൈൻ കൂടിയാണ് അല്ലെ. അധികം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടാൻ ചാൻസ് ഉണ്ട്, കുറഞ്ഞു കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്യാൻ ചാൻസ്. സോ രണ്ടും റെസ്പിറേഷൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലങ്സ് വീണ്ടും പഴയ രീതിയിലേക്ക് വരും. ഇനി ലങ്സിൽ തന്നെയുള്ള J റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ചില റിസെപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ നമ്മുടെ ജോയിൻസ് മുട്ടുകാലായാലും കൈമുട്ടായാലും അവിടെയുള്ള റിസെപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞത് പ്രൊപ്രിയോസെപ്റ്റേഴ്സ് ആണ്. പ്രൊപ്രിയോസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴും റെസ്പിറേഷൻ സ്റ്റിമുലേറ്റ് ആകും. ദെൻ തെർമോ റിസെപ്റ്റേഴ്സ്, ശരീരം ചൂടാകുമ്പോഴത്തേക്കും റെസ്പിറേഷൻ ആക്ടിവേറ്റ്. സോ ഇങ്ങനെയെല്ലാം റെസ്പിറേഷന് ആക്ടിവേറ്റ് ചെയ്യും. സോ അപ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ ന്യൂറൽ മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കെമിക്കൽ മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതർ മെക്കാനിസംസ് എന്തൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനെ പറ്റി നമുക്ക് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.